നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് സൂക്ഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വസ്തുക്കൾ ഇട്ട് സൂക്ഷിക്കാനോ ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഹാൻഡ് ബാഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടാലോ? അതും കളർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ് ബാഗ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഹാൻഡ് ബാഗ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ഹാൻഡ് ബാഗ് തയ്യാറാക്കാൻ കളർ പേപ്പർ, ഗിൽറ്റുള്ള ഫോം ഷീറ്റ്, സ്റ്റിക്കർ, പശ, പെൻസിൽ, സ്കെയിൽ, കത്രിക എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിൽ 8 സെൻറ്റിമീറ്റർ അളവിൽ ഒരു വൃത്തം വരച്ചെടുക്കുക. ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ഇവിടെ 2 എണ്ണം ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് 8 സെൻറ്റിമീറ്റർ വീതിയും 21 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പർ ഇതുപോലെ മുറിച്ചെടുക്കണം. അതേ കളർ പേപ്പർ തന്നെയാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ 2 സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ വീതം വെച്ച് അളന്നെടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ മടക്കിയെടുക്കാം. 2 സൈഡും ഇതുപോലെ മടക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ത്രികോണാകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ നമുക്ക് 2 സൈഡും മുഴുവനായിട്ട് മുറിച്ചെടുക്കണം. ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളിവിടെ വെട്ടി വെച്ചിരിക്കുന്ന വൃത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് മുകളിൽ അടുത്ത വട്ടത്തിലുള്ള പേപ്പറും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അകത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ നീണ്ടിരിക്കുന്ന 2 ഭാഗങ്ങൾ ഇതുപോലെ മുറിച്ചു മാറ്റണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അടുത്തതായിട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു വൃത്താകൃതി തയ്യാറാക്കി എടുക്കുക. അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമുക്കിത് കൃത്യമായിട്ട് അടച്ചു കിട്ടാനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ ഹാൻഡ് ബാഗ് ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു വള്ളി പിടിപ്പിക്കണം. അതിനായിട്ട് അതേ കളറിലുള്ള ഒരു കളർ പേപ്പർ എടുത്ത് നീളത്തിൽ വെട്ടിയെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ടിത് 2 സൈഡിലും പശ വെച്ച് തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് ഇനി കുറച്ചുകൂടെ ഭംഗിയാക്കണം. അതിനായിട്ട് ഗിൽറ്റുള്ള ഫോം ഷീറ്റ് എടുത്ത് അതിൽ ഇലയുടെ ആകൃതിയിൽ വെട്ടിയെടുക്കാം. 2ഓ 3ഓ ഇതുപോലെ വെട്ടിയെടുക്കണം. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇലയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അകത്തേക്ക് മുറിച്ച് കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു നീല കളറുള്ള പേപ്പർ എടുക്കാം. അത് ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കാം. വീണ്ടും അത് മടക്കണം. നമ്മളിവിടെ 3 തവണ ഇതിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ത്രികോണാകൃതിയിൽ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കത്രിക വെച്ച് അതുപോലെ മുറിച്ച് കഴിഞ്ഞു. ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നുണ്ടാവുക. ഇതുപോലെ നമ്മളൊരു 4 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പരസ്പരം ഒട്ടിച്ചു കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാം പരസ്പരം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു മുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പശ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഈ ഒരു ബാഗിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിന് സൈഡിലായിട്ട് ഇതുപോലെ ഇലകളും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഇല ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബാഗിൻ്റെ സൈഡിലും ഇതുപോലെ 2 പൂക്കൾ വെച്ച് കൊടുക്കാം. 2 സൈഡിലും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ബാഗാണ്. നമുക്കിതിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇട്ട് സൂക്ഷിക്കാം. നിങ്ങളുടെ മേക്കപ്പ് ടേബിളൊക്കെ കൂടുതൽ ഭംഗിയാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ സാധനങ്ങളെ ഇതിൽ ഇട്ട് സൂക്ഷിക്കാം. വ്യത്യസ്തമായ കളറുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ബാഗ് തയ്യാറാക്കാവുന്നതാണ്. പുറത്തൊക്കെ പോകുമ്പോഴായാലും നമുക്കിതുപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.